നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയ പലർക്കും മനസ്സിൽ ഓടുന്ന ഒരു ചിന്ത, ഈ 4000 വാച്ച് അവേഴ്സ് മോണിറ്റൈസേഷൻ ചെയ്യണമല്ലോ എല്ലാവർക്കും, ആണെങ്കിലല്ലേ ഏർണിങ്സ് കിട്ടാനായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ഈ 4000 വാച്ച് അവേഴ്സ് എന്നൊരു കടമ്പ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ഒന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വീഡിയോയിൽ തമ്പനെയിലിൽ നിങ്ങൾ ഇവിടെ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വ്യൂസും വാച്ച് അവേഴ്സും വർദ്ധിക്കാനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഇവിടെ പറയുന്നത്. ധാരാളം വീഡിയോസ് ഇതുപോലെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രധാനമായിട്ടും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. യൂട്യൂബിൽ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ വ്യൂസൊക്കെ വരാത്തവർ ധാരാളം പേരുണ്ട്. അവരറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വീഡിയോസ് വൈറലാകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണ ശ്രദ്ധിക്കാറില്ല. കൂടുതൽ വീഡിയോസ് ഇടുക എന്നുള്ളൊരു ചിന്ത മാത്രം, മോണിറ്റൈസ് ചെയ്യണം, ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഇപ്പോൾ യൂട്യൂബ് ഗ്രോ ചെയ്യാനും നന്നായിട്ട് വരാനുമൊക്കെ എല്ലാവരും കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ 4000 വാച്ച് അവേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെയെങ്കിലും തികഞ്ഞാൽ എല്ലാം ആയി എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. സാധാരണ ഒരു വീഡിയോ ഇട്ടിട്ട് അത് നന്നായി വരണമെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണം, നല്ല റീച്ചൊക്കെ വരണം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളെ കണ്ടാൽ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ വന്നാൽ മാത്രമേ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും ഒരു പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ കുറേ ടിപ്സൊക്കെ ഞാൻ പല വീഡിയോസിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് ചെന്ന് കാണുക, പുതിയ യൂട്യൂബേഴ്സൊക്കെ. ഇപ്പോൾ നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് സാധാരണ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അത് എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഒരുപാട് വ്യൂസ് വരുന്നുണ്ടെങ്കിൽ വീഡിയോസ് വന്നിട്ട് ധാരാളം പേരിൽ എത്തിക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഒന്ന്, കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കാണാൻ പറ്റും. പിന്നെ എൻഡ് സ്ക്രീൻ, ഈ 2 ഓപ്ഷനും യൂട്യൂബ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കാർഡും എൻഡ് സ്ക്രീനും ഒക്കെ നമ്മൾക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരാൾ വീഡിയോയുടെ അവസാനം വരുമ്പോഴേക്കും ഇതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വേറെ വീഡിയോസൊക്കെ പ്ലേ ചെയ്താൽ അത് നമ്മുടെ വ്യൂസിനെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, വീഡിയോസിൻ്റെ അവസാനം വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ നമ്മൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മളുടെ തന്നെ ഒരു വീഡിയോ പിൻ ചെയ്തിട്ട് കമൻസിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ അവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മുടെ വീഡിയോസിലേക്ക് തന്നെ പോകും. അപ്പോൾ പ്രധാനമായും വീഡിയോസിലൊക്കെ ഇങ്ങനെ കാർഡും എൻഡ് സ്ക്രീനും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കമൻസിൽ തന്നെ നല്ലൊരു വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പിൻ ചെയ്തിട്ട് കാണാനായിട്ട് ആവശ്യപ്പെടാം. ഇപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ സജഷനിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയും യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ചാനൽ രക്ഷപ്പെടാത്തത് എന്നൊക്കെ. പക്ഷേ യൂട്യൂബ് തന്നെ നമ്മളുടെ വീഡിയോസിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ധാരാളം ഓപ്ഷൻസ് തരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. ആദ്യത്തിലുള്ള ആ ആവേശം പിന്നെ പിന്നെ പോകുമ്പോൾ ഒരു ഈ നനഞ്ഞ കോഴീനെ പോലെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ എല്ലാവരും അങ്ങ് തണുത്തു പോകും. അപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾക്ക് പിന്നീട് വളരെ എന്താണ് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നീക്കി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എന്താണ് ആഗ്രഹം, ഈ ഇൻസ്റ്റൻറ്റ് ഫുഡൊക്കെ പോലെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ദിവസം വീഡിയോ ഇടുമ്പോൾ തന്നെയും നല്ല 1,00,000 വ്യൂസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം വളരെ സന്തോഷം. അപ്പോൾ ആർക്കാണ് ഇങ്ങനെ ഒരാഗ്രഹം ഇല്ലാതെ പോകുന്നത്? പക്ഷേ യൂട്യൂബിൽ ഇങ്ങനത്തെ ഇതൊക്കെ നടക്കുന്നത് വളരെ കുറച്ച് ഭാഗ്യവാന്മാർക്കോ ഭാഗ്യവതികൾക്കോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ അതൊക്കെ കാണാൻ വളരെ കുറവ് ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആദ്യമൊക്കെ നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ കുറച്ച് വേണ്ടപ്പെട്ടവരോ ഫാമിലിയിലത്തെ ആർക്കെങ്കിലുമൊക്കെ മടിക്കാതെ ഇതൊന്ന് കാണാൻ പറഞ്ഞ് അങ്ങനെ തുടങ്ങി കുറച്ച് വ്യൂസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ മാത്രമേ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇത് ചുമ്മാ ഷെയർ ചെയ്യരുത്. ഈ കാണാനായിട്ട് വളരെ വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലോ ആദ്യമൊക്കെ കുറച്ച് ഷെയർ ചെയ്യുക. കാരണം ആദ്യം ഒരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് മുമ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ചാനൽ ഉണ്ടെന്നുള്ളത്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കഠിനമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെ ഒരു പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ.
ആണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വന്നിട്ട് എല്ലാവരിലോട്ട് എത്തുകയുള്ളൂ. സെൽഫ് പ്രൊമോഷൻ ചെയ്യാതെ യാതൊരു മാർഗവുമില്ല. വേറെ ആരും വന്നിട്ട് നമ്മളെ പൊക്കിയൊന്നും മറ്റുള്ളവരോട് പറയാൻ പോകുന്നില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട. നമ്മൾ സ്വയം പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം. പിന്നീട് കറക്റ്റായിട്ടുള്ള തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുക. നല്ല തംബ്നെയിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ വന്ന് ആരും ക്ലിക്ക് ചെയ്യില്ല, വ്യൂസും വരില്ല. തംബ്നെയിൽ നന്നായാൽ മാത്രമേ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വരുള്ളൂ. വീഡിയോസ് വന്നിട്ട് അതും നല്ല രീതിയിൽ ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് ക്ലിക്കൊക്കെ ചെയ്താൽ, ഈ ക്ലിക്ക് ബെയ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതുപോലെയുള്ള തംബ്നെയിൽ കൊടുത്താൽ മാത്രമേ കഴിയുന്നതും ആളുകളൊക്കെ അതിലോട്ട് ആകർഷിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ തന്നെ പരിശ്രമിച്ച് നോക്കുക. ഈ തുടക്കക്കാരൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസും വാച്ച് അവറും ഒക്കെ വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ വന്ന് കാണാം. കൃത്യമായിട്ട് ഞാൻ മുമ്പ് രാവിലെ 9 മണിക്ക് വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യവും ജോലി തിരക്കും മൂലം, അതുപോലെ വേറെയും ചാനലുകളുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻറ്റ് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം ഞാനൊക്കെ ഈ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സാധാരണ കണ്ടൻറ്റ് ഇടുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.